സംസ്ഥാനത്ത് ചൂട് അസഹനീയമായി തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ദുരന്ത നിവാരണ അതോറിറ്റി. ഉയർന്ന താപനിലയും അത്യുഷ്ണവും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പകൽ സമയത്ത് സ്വയം നിയന്ത്രണം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കൊടും ചൂട് തന്നെയാണ് കേരളത്തിൽ ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലില്ലെങ്കിൽ പോലും താപനില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. കർശന മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലക്കാട് ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ അതുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക. മറ്റ് ജില്ലകളിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ താപനില വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ സെൽഫ് ലോക്ക്ഡൌണിലേക്ക് കടക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ലോക്ക്ഡൌണിന് സമാനമായ ജാഗ്രത പകൽ സമയങ്ങളിൽ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തീരദേശ പ്രദേശങ്ങളിലെ ഉയർന്ന ഈർപ്പം കാരണം അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. ചൂട് വർദ്ധിക്കുന്നത് ഹീറ്റ് സ്ട്രോക്ക് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും പോലും കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആശുപത്രികളിൽ തുറന്നിട്ടുണ്ട്. അവിടങ്ങളിൽ സേവനം പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹൃദയരോഗം, പ്രമേഹം, ചർമ്മരോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എന്നിവരെ പ്രത്യേകമായി സംരക്ഷിക്കുക. സുരക്ഷ ഒരുക്കുക. ഇവർ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. വീടിനകത്തും ശീതളമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.